ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു സോളോ ട്രെയിൻ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ 6:45 6:40 ട്രെയിൻ. ഇത് കർമ്മലാരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിൻ കാത്ത് ഉള്ള ഒരു നിൽപ്പാണ്. അപ്പോൾ അതേ നന്ദു ചൂച്ചൊക്കെ വന്നിട്ടുണ്ട്. നന്ദു ചൂച്ചൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, അതായത് സ്കൂളുണ്ട്, ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആണ് വന്നിരിക്കുന്നത് കേട്ടോ, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനുപണ്ണും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇതേ വേറൊരു ട്രെയിൻ വന്നു. ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള മയിലാടുതുறை എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൈസൂർ വരെ വരണ ഒരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോണത് ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഡേ ടൈമിൽ ഓടുന്ന ട്രെയിനാണ്. രാത്രി ഓടുന്ന പല ട്രെയിനുകളും ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഡേ ടൈമിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്ത ഒരു ടിക്കറ്റ് ആയിരുന്നു. അതിന് വേറൊന്നും അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ നോക്കിയിരുന്നത് AC ചെയർക്കാരായിരുന്നു, പക്ഷേ ആ ഒരു ടിക്കറ്റ് കിട്ടിയിരുന്നില്ല, കാരണം എല്ലാം ഫുൾ തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 6:40 കർമ്മലാരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3:20 തൃശ്ശൂർ എത്തും. അപ്പോൾ ഒരു 11 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ കർമ്മലാരത്ത് എത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെയിനാണ് കേട്ടോ ബാക്കി ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി കുറഞ്ഞ സമയം എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റോപ്പുകളിലൊന്നും നിർത്തില്ല. 10-12 സ്റ്റോപ്പിൽ മാത്രമാണ്, അതായത് 10-12 സ്റ്റേഷനിൽ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എത്തും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു ട്രെയിനിന്. പിന്നെ ഇത് ഫുള്ള് സിറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ട്രെയിനിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് സദേൺ റെയിൽവേയുടെ അറക്കോണം ഷെഡിൻ്റെ കീഴിലുള്ള WAP4 ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ മയിലാടുതുறை മൈസൂർ പോണ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ കോച്ചസൊക്കെ LHB കോച്ചസാണ്, അതായത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കോച്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഇൻ്റർസിറ്റിയുടെ ആണെങ്കിൽ ICF കോച്ചസ് ആണ് കേട്ടോ, അതായത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളത്. എൻ്റെ D8 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിറകിലായിട്ട് പാൻട്രി കാറും ഉണ്ട്, അതുപോലെ AC ചെയർ കാറും ഉണ്ട്. അപ്പോൾ പാൻട്രിയിൽ പോയി ഭക്ഷണം കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും കൂടി ഈസിയാണ്. അപ്പോൾ അതെ ഞാൻ എൻ്റെ D8 നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ആഫ്റ്റർ പാൻട്രി കാർ. முன்னாடி കയറി കയറി നോക്കിക്കാ കയറി. ഞാനാകെ ഒരു ലാപ്ടോപ്പ് ബാഗ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ കുറച്ച് ലഗേജ് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രെയിൻ ശരിക്കും ഫുള്ളാണ് കേട്ടോ, കാലൊന്നുമില്ല. അതായത് ഞാൻ കയറിയ ആ ഒരു കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഫുൾ തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പിന്നെ അത് ഈ ഹൊസൂര് എത്തിയപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ കൃഷികളുടെ ഒരുപാട് ഏരിയകളുണ്ട്. ഈ പൂക്കളുടെ കൃഷി, ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ. നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൃഷി, അങ്ങനത്തെ കൃഷി റിലേറ്റഡ് പൂക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ പച്ചക്കറി കൃഷി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നായിട്ട് കാണുന്നത് ഇതുപോലെ ഡേ ടൈമിലുള്ള ട്രെയിനിൽ പോകുമ്പോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാറിൽ പോകുമ്പോൾ കാണും, പിന്നെ അതിന് ഒരു എന്താ പറയുക, അവർ പലതും വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ട്രെയിനിലാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും ഒക്കെ പറ്റും. ഇവിടെ കണ്ടോ ഈ ഒരു മണ്ണിട്ടുള്ള ഏരിയ, അത് ഡബിളിംഗ് ലൈനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ സിംഗിൾ ലൈനാണ്, അപ്പോൾ ഡബിൾ ലൈൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണി കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ കൂടുതൽ ട്രെയിനുകളൊക്കെ കടത്തി വിടാനും ഒക്കെ പറ്റുമല്ലോ. ഇത് ഇവിടെയും കണ്ടോ ഒരുപാട് പൂക്കളുടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹൊസൂരൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ വില കുറവിനൊക്കെ കിട്ടുന്നൊക്കെ പൊതുവെ പറയുന്നിട്ടുണ്ട്. ഈ ഹൊസൂര് ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ എന്താ പറയുക, ഓണ സെലിബ്രേഷൻ്റെ സമയത്തൊക്കെ ഹൊസൂര് പോയി പോവാനിക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഈ ഡബിളിംഗ് ലൈൻ്റെ പണിയുടെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സൊക്കെ ഇട്ട് തുടങ്ങി.
അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് വീട്ടിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബർഗറായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അത് ഇരുന്ന് ഇങ്ങനെ കഴിക്കായിരുന്നു. ട്രെയിനിലൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനും ഒക്കെ എളുപ്പമാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ളൊരു ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. ഹോം മെയ്ഡ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചും കഴിക്കാമല്ലോ. പിന്നെ ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ഇൻ്റർസിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഇതിൽ കൊണ്ടുവരും. ഈ കട്ട്ലേറ്റ്സ്, ബജ്ജി, അങ്ങനെ വേണ്ട എല്ലാവിധ സാധനങ്ങളും കൊണ്ടുവരുന്ന ഒരു ട്രെയിൻ തന്നെയാണ്. പണ്ടൊക്കെ പോയൊരു ഓർമ്മയുണ്ട്. പണ്ട് ഞാനൊരു പ്രാവശ്യം ഈ ഒരു ട്രെയിനിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമല്ല. ട്രെയിൻ യാത്ര തന്നെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് കൂടുതലും കാറിലാണ് പോകാറ്. ആ കോവിഡിനൊക്കെ ശേഷം പ്രത്യേകിച്ച്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ സിറ്റിങ്ങിലൊക്കെ പോണത് അത്രയ്ക്കൊരു കംഫർട്ടബിൾ അല്ല. പിന്നെ ലഗേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഉണ്ടാവില്ല. നല്ല ഗ്രീനറി, നല്ല കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകൾ, എന്താ പറയുക, നല്ല കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടും. പിന്നെ കാലാവസ്ഥ നല്ലതായിരുന്നു കേട്ടോ. AC കമ്പാർട്ട്മെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടെടുക്കുക അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. ശരിക്കും ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ആ ഒരു യാത്രയൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനിടയിൽ ഞാൻ സിനിമ കണ്ടു കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം OTTയിൽ റിലീസായിട്ടുണ്ടായിരുന്നു, സോണി ലൈവിൽ. അപ്പോൾ പിന്നെ അതിരുന്ന് കാണുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് സ്നാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ മാല അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ഉച്ച സമയമൊക്കെ ആയി. അപ്പോൾ ഈ പാടത്തൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നല്ല എന്താ പറയുക, നല്ല കാഴ്ചകൾ, എന്താ പറയുക, ശരിക്കും ഇഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും. നമുക്കൊരു റിലാക്സ് ചെയ്ത് ഇരുന്ന് കാണാനൊക്കെ പറ്റിയ കാഴ്ചകളെന്നൊക്കെ പറയാം. ട്രെയിൻ യാത്രയൊക്കെ അല്ലെങ്കിലും ഒന്നും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള യാത്രകളല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ പല സംഭവങ്ങളും എനിക്കൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് തോന്നിയത് കേട്ടോ ഈ ഒരു യാത്രയിൽ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ തന്നെ പറ്റി. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ വരുന്നത് ഈറോഡാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേഷൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാനൊരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. സ്റ്റേഷൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം സംഭവങ്ങളും ഇങ്ങനെ വിൽക്കുന്നുണ്ടല്ലോ. ഇത് ഈറോഡ് സ്റ്റേഷൻ എത്തി. അപ്പോൾ ഈറോഡിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കൂടുതലും ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ട്രെയിനിൽ അവിടെ നിന്ന് തന്നെ ഏകദേശം ഒരു ഫുള്ളായിട്ടുള്ള ഒരു രീതിയിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് പേര് അങ്ങനെ ഇറങ്ങാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഈറോഡൊക്കെ എത്തിയപ്പോൾ കൂടുതൽ ഇറങ്ങാനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും യാത്രയൊക്കെ എൻജോയ് ചെയ്ത് അതേ വീണ്ടും ഇങ്ങനെ നടക്കല്ല ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നൊക്കെ ഉണ്ട്. കാരണം സിറ്റിംഗ് അല്ലേ, ഫുള്ള് സിറ്റിംഗ് ആകുമ്പോൾ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് കുറേ സമയം ഇരിക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഡോറിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെന്ന് നിൽക്കാം. പക്ഷെ അത്രയ്ക്ക് ഒരു സേഫ് അല്ല. പിന്നെ അപ്പോഴേക്കും ഒരു ലഞ്ച് ടൈമൊക്കെ ആയപ്പോൾ ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ റോളാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നതിൽ എഗ്ഗും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ റോൾസൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ കൈ കഴുകുക അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഒരുപാട് ഹെവിയൊന്നുമല്ല, നല്ല ടേസ്റ്റിയാണ്. ട്രാവലിംഗ് സമയത്തൊക്കെ സൗകര്യമാണ്. ഈ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല തണുപ്പും എല്ലാം കൂടിയായി ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ മഴ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുറച്ച് സമയം മഴ പെയ്തു, കുറച്ച് സമയം എനിക്കൊന്ന് ആ ഒരു ഗ്ലാസ്സൊക്കെ ഒന്ന് താഴ്ത്തിയിടേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി. ഇതിപ്പോൾ പാലക്കാട് എത്തി. നല്ല പാടങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത് പാലക്കാടാണെന്ന്. എന്താ ഗ്രീനറിയിലെ. അപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ എത്താനുള്ള ഒരു കാത്തിരിപ്പാണ്. തൃശ്ശൂരാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ അമ്മയും എൻ്റെ മൂത്ത ചേട്ടനും കൂടെ എന്നെ പിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റേഷനിലെത്തിയെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ട്രെയിനിലായതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് കിട്ടാൻ പലപ്പോഴും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ അത് ഭാരതപ്പുഴ എത്തി. ഭാരതപ്പുഴ കണ്ടോ, പല ഏരിയകളും ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട്. മണ്ണ് കാണുന്നത് കണ്ടോ, കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. ഇത്ര മഴ പെയ്തിട്ടും ഭാരതപ്പുഴയിൽ അത്ര അങ്ങനെ ഒരുപാട് വെള്ളം എന്ന് പറയാനില്ല. പക്ഷെ പല സമയത്തും പോണ സമയത്തും ഭാരതപ്പുഴയൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. പണ്ടൊക്കെ ഈ മണൽ വാരൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു മെയിനായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഈ ഭാരതപ്പുഴ. ഇപ്പോൾ പിന്നെ അതൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക ഒന്ന് റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡിയായി. എല്ലാവരും തൃശ്ശൂർ ഇറങ്ങേണ്ടവരൊക്കെ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനും സീറ്റിൽ നിന്ന് എണീറ്റ് പതുക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി നിന്ന് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നതല്ലേ, അപ്പോൾ മൊത്തം ഒരു എന്താ പറയുക പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂർ ഇറങ്ങി. അപ്പോൾ അമ്മയും എൻ്റെ മൂത്ത ചേട്ടനൊക്കെ എവിടെയാണെന്നൊക്കെ അവരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരിത് ഇവിടെ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന് അവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. വേണ്ട, നൂഡിൽസ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളെന്താ സാധനം വാങ്ങിക്കാൻ പോയിട്ട് വരാ? ആർക്ക്? വേണ്ട. പാലക്കാട് എത്തിയപ്പോൾ കാലാവസ്ഥയിൽ ചെറിയ ഇപ്പൊ തൃശ്ശൂരോട് ഇറങ്ങിയപ്പോൾ ചൂട് തോന്നുന്നുണ്ട്. ഇത്ര നേരം ഒരു ചൂടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വരണ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഓലൻ്റെ ചായക്കട എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ. പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പൊറോട്ടയും ബീഫൊക്കെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഈ പപ്പടവടി നല്ല അടിപൊളി കേട്ടോ. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓലൻ്റെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ. പൊറോട്ട പണ്ട് തൊട്ടേ ഭയങ്കര പോപ്പുലറാണ്. ചെറിയൊരു കടയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു കട കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കും. ഇവിടുത്തെ പത്തിരിയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ഞാനും അമ്മയും പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദർ എന്നുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ചൂട് പൊറോട്ടയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു കട വരുന്നത് വലിയ പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. അതായത് നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ വലിയ പാലം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളൊരു കടയാണ്. അതായത് കുറച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് കരുവന്നൂർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ വാങ്ങിക്കുന്നൊരു കടയായിരുന്നു ഈ ഒരു ഓലൻ്റെ കട എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും നല്ല ചിക്കൻ കറിയും, എന്താ പറയുക ഒരു വറുത്തരച്ച സ്റ്റൈലിലുള്ള അങ്ങനത്തെ ഒരു ചിക്കൻ കറിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി. അതായിരുന്നു പിന്നെ അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അന്ന് ഞാൻ പിന്നെ വീഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തില്ല. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളുണ്ട് കേട്ടോ. ഈ വഴുതിനൊക്കെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ ബിങ്കോ കണ്ടോ, ബിങ്കോൻ്റെ ആ ഒരു രോമ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബിങ്കോ ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ടട്ടെ ഇങ്ങനെ എന്താ പറയുക കട്ടയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിങ്കോ ഇപ്പോൾ പപ്പിയായി മാറി, ചെറുതായി. ബിങ്കോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, ജസ്റ്റ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ള കേട്ടോ. ഇത് നല്ല ഉൾഭാഗത്ത് നല്ല റെഡ് കളറിലുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണിത്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി രാവിലെ ആയിപ്പോൾ. ഇപ്പോൾ എന്താ പറയുക ഒരു ദിവസം മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നല്ല പയറൊക്കെ മുകളിലേക്ക് അമ്മ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പയറും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പൊട്ടിക്കണൊക്കെ ഉണ്ട് കേട്ടോ പയറൊക്കെ. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് ഇങ്ങനെ ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഈ പൂവ് കണ്ടോ, ഇതിൻ്റെ പേരാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. അതായത് ഒരു ബട്ടർഫ്ലൈയുടെയൊക്കെ ഒരു ഷേപ്പിൽ കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെയൊക്കെ പോലെയുള്ളൊരു പൂവാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇവിടെ മുന്തിരിയുടെ ചെടിയും ഒക്കെ ഉണ്ട്. മുന്തിരിയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഇത്. മുന്തിരിയൊക്കെ ശരിക്കും പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. മുന്നൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ മുന്തിരിയൊക്കെ. മാങ്ങയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തീർന്നു. ഞാൻ വെക്കേഷന് വന്ന സമയത്ത് മാങ്ങയുടെയൊക്കെ കുറേ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് കല്യാണ സൗഗന്ധികം, ശരിക്കും ബട്ടർഫ്ലൈ പോലെ തന്നെ. പിന്നെ ഇത് ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഒരു മയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും മയിലിനെയൊന്നും കാണാനില്ല. ഇവിടെ ഇടയ്ക്ക് വളരെ റെയറായിട്ട് മയിലിങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് കേട്ടോ, മുന്നൊന്നും അങ്ങനെ വരാനില്ല. അപ്പോൾ രാവിലെ എന്താ പറയുക മയിലിനെയൊന്നും കണ്ടില്ല. കാക്ക പറന്നു പോകണത് കണ്ടു, അതുമാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ ടെറസിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു.
അപ്പോൾ ഇതേ ടെറസിലേക്കൊക്കെ നന്നായിട്ട് പയറിങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കൃഷി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 നൈറ്റ് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. അതായത് പെട്ടെന്ന് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. ഇപ്പോൾ കുട്ടികളും അനുപേണ്ണൊക്കെ ബാംഗ്ലൂർ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കാര്യം കഴിഞ്ഞ് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അത്രയും രാവിലെയാണ്. താഴെ കണ്ടില്ലേ, മൊബൈലിലൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. ഏറ്റവും മുകളിലല്ല, അത് പകുതി രണ്ടാമത് വലിയതായുണ്ട്. ഇനിയുണ്ട് ഇടയിലൊക്കെ ഞാൻ പൊട്ടിക്കിട്ടാണ്. ഇത് കോവയ്ക്ക് ഇങ്ങനെ പടർന്ന് പോയതാണല്ലേ? പോയതാണ് ഇത് മല പടർത്തി. ഉണ്ടാവുകയാണെങ്കിൽ നിറച്ചിങ്ങനെ മുട്ടിലുണ്ടാവും സാധനം. റംബൂട്ടാൻ തുമ്മലുണ്ടായില്ല അല്ലേ? പിന്നെ ഇത് കിച്ചണിലെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വഴുതിനിങ്ങ അതേ ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിക്കറി. ഇത് പിന്നെ കൊള്ളി ഇത് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, കൊള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ. കൊള്ളിക്കറി റെഡിയായി. പുട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളിക്കറി കഴിക്കാമെന്ന്. ഞങ്ങൾക്കിവിടെ ബാംഗ്ലൂർ നല്ല കൊള്ളി അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ കൊള്ളിക്കറി ആക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചു. ഇത് നാളികേരപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണ ഒരു കൊള്ളിക്കറിയാണ് കേട്ടോ. കൊള്ളി അല്ലെങ്കിൽ കപ്പ. ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ കൊള്ളി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ പൊതുവേ രാവിലെ കുറച്ച് നേരത്തെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിക്കാറ്. അപ്പോൾ അതേ പയർ കറി ഉണ്ട്, പിന്നെ എണ്ണ മാങ്ങച്ചാറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ കൊള്ളിക്കറി കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതേ ഞാവൽപ്പഴം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂരൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടു ഞാവൽപ്പഴം ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ബാംഗ്ലൂർ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബാംഗ്ലൂർ കിട്ടണത് ഇതിനേക്കാളും നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു 3 ഇരട്ടി വലിപ്പത്തിലുള്ളതാണ്. നന്നായിട്ട് പഴുത്തത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് അതിനൊരു ടേസ്റ്റ് കാര്യങ്ങളുള്ളൂ. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തുണ്ടായിരുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഞാവൽപ്പഴം എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ നല്ല ഹെൽത്തിയും അല്ലേ. ശരിക്കും ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലൊരു സംഭവമാണ്. ഞാൻ ഞാവൽപ്പഴത്തിൻ്റെ ഈ ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. എപ്പോഴും റോഡ് സൈഡിലൊക്കെ എപ്പോഴും കാണാം. കടകളിലും ഉണ്ടാവാറുണ്ട് ഇവിടെ ബാംഗ്ലൂരൊക്കെ. അപ്പോൾ പിന്നെ അതേ അടുത്തത് ലഞ്ച് ടൈമായിട്ട്. അപ്പോൾ അതേ ലഞ്ച് കഴിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ എന്ന് വെച്ചാൽ ആ ഒരു വഴുതിരിങ്ങ ഉപ്പേരി, പിന്നെ ചെമ്മീനും പച്ച ചെമ്മീനും നേന്ത്രക്കായും കൂടെ വറുത്തരച്ച കറി, പിന്നെ ഉണക്കമാന്തൾ വറുത്തത്, പിന്നെന്താ പയർ കറി, എണ്ണ മാങ്ങച്ചാറ്, അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. നല്ല നാടൻ ലഞ്ച്. പിന്നെ അതേ പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് പോവേണ്ട പോവേണ്ട സമയമായി. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കേട്ടോ ട്രെയിൻ. ഞാൻ ഇങ്ങോട്ട് വന്ന സെയിം ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇൻ്റർസിറ്റിയിൽ തന്നെയാണ്. 10:20 ആണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു ഇൻ്റർസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ടാണ് ബാംഗ്ലൂർ എത്തുക. വൈകിട്ട് 6:35 ബാംഗ്ലൂർ കർമ്മലാരം സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിൻ എത്തുക കേട്ടോ. അപ്പോൾ ഒരു ഡേ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൺവീനിയൻ്റ് ആണ്. ഒരു ദിവസം നമുക്ക് പോവും ഡേ ടൈം, അതായത് നമ്മുടെ ഒരു ഡേ പോവും, എന്നാലും കൺവീനിയൻ്റ് ആണ്. ഇതിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നിപ്പോൾ അമ്മയും എൻ്റെ മൂത്ത ചേട്ടനും കൂട്ടിയിട്ടാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് അവർ പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ് കമ്പാർട്ട്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അപ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ ട്രെയിൻ വരുന്നത്. അപ്പം നമ്മുടെ ആ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കണ്ടോ കുറേ ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുന്ന കാഴ്ചകളും നിൽക്കല്ല, അത്ര ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇരിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എടുക്കുന്നുണ്ടായിരുന്ന ട്രെയിൻ പാലരുവി എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയത് അമ്മയും എൻ്റെ ബ്രദറൊക്കെ അത് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കയറിയ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല, ഒരുപാട് സീറ്റുകൾ കാലി ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ ഭാരതപ്പുഴയുടെ അവസ്ഥയാണ് കേട്ടോ. വെള്ളം വളരെ കുറവാണ്. ഇവിടെ എന്തോ കാളയോ പശു എന്തെങ്കിലുമൊക്കെ കുളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ
അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ കന്നുകാലികളെയൊക്കെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നു തോന്നുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിരുന്നു, അതായത് ട്രെയിൻ ഓടുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാലിയൊക്കെ എടുക്കണ വേറെ സീറ്റിൽ കയറിയിരിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. പിന്നെ ടി വന്നപ്പോൾ ഞാൻ ടിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കോയമ്പത്തൂരൊക്കെ കഴിയുമ്പോഴാണ് ഇവിടെയുള്ള ശരിക്കുള്ള ആൾ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുവരെ ഇവിടെ ഇരിക്കാമല്ലോ എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഞാനിവിടെ ഇരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കോഴിയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിയുടെയൊക്കെ ഒന്ന് കഴിച്ചിങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കായിരുന്നു കേട്ടോ. റിവേഴ്സ് ഡയറക്ഷനിലാവുമ്പോൾ അത്രയ്ക്കൊരു സുഖമില്ല. കാഴ്ചകൾ കാണാൻ നമുക്ക് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എനിക്കത്ര ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അത് ഇടയിൽ ചെറുതായിട്ട് മഴ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒന്ന് എന്താ പറയുക, പുറത്തേക്കൊക്കെ നോക്കി ഒന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ച് പോയപ്പോഴും ഞാൻ ഒരു സിനിമ കണ്ടു. പിന്നെ വട്ടയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വട്ടയപ്പം കോഴിയുടെ ആയിരുന്നു ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിൻ യാത്രകളിലാകുമ്പോൾ ഞാൻ ഒരുപാട് ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. ലൈറ്റായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യാറ്. പണ്ടൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് AC കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പക്ഷേ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയ പോലെയല്ലല്ലോ. ഇപ്പോൾ പിന്നെ എല്ലാ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല. അത് കാരണം ട്രാക്കുകളിലൊന്നും വൃത്തികേട് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ നോർമൽ റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്രയ്ക്കൊരു വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ യാത്രകളിൽ വെള്ളം കുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ കുറവാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമൊന്നുമല്ല. പലപ്പോഴും ഒരു യാത്രയ്ക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ടയേർഡാവും. വെള്ളം കുടിക്കുന്നത് കാര്യങ്ങളൊക്കെ കുറവായിട്ട് തന്നെ കേട്ടോ. തിരിച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടി. അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് ഒന്ന് എന്താ പറയുക ഓക്കെ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ ഭക്ഷണമൊന്നും നമ്മൾ എപ്പോഴും കുറച്ച് ഭക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തന്നെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെയാണ് എപ്പോഴും യാത്രകളിലത്. ഇപ്പോൾ ട്രെയിൻ യാത്രയല്ല, എന്ത് യാത്രകളിലാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഈ കുറേ കൃഷി കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു സിനിമ കാണുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ. എന്താ പറയുക, കുറേ കാഴ്ചകളൊക്കെ കാണും, പിന്നെ നേരം പോകണ്ടേ. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ആ ഒരു തെങ്ങും തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് കൃഷി സംഭവങ്ങൾ. പിന്നെ പല സ്ഥലങ്ങളിൽ ഈ പോളി ഹൗസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഴ അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഈ പോളി ഹൗസുകൾക്ക് പറ്റും. അല്ലെങ്കിൽ മഴക്കാലത്ത് കൃഷി ഭയങ്കര നാശനഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പലയിടത്തും പോളി ഹൗസുകളൊക്കെ കണ്ടു. പിന്നെ പല ടൈപ്പ് വെജിറ്റബിൾ കൃഷിയും പിന്നെ കരിമ്പും തോട്ടങ്ങൾ അങ്ങനെ പല പല സംഭവങ്ങൾ പലയിടത്തും ഇങ്ങനെ കണ്ടുട്ടാ. ഇവിടെ പശുക്കളെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടും ഒക്കെ ഇങ്ങനെ കണ്ടു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടു. കണ്ടില്ലേ, കൃഷി കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലുള്ള യാത്രകൾ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എല്ലാവർക്കും അങ്ങനെ സോളോ ട്രിപ്പൊന്നും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ കുഴപ്പമില്ല. ട്രെയിൻ യാത്രകൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ കണ്ടോ. ഇവിടെ കുറേ പേര് ഡോറിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ഡോറിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ചിലർ. അതായത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ നോർമൽ ആൾക്കാരും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും എനിക്കിപ്പോൾ സൈഡ് സീറ്റ് ആയ കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് മുട്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത്രയ്ക്കൊരു നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇതുപോലുള്ള കീ ചെയിൻ കാര്യങ്ങളൊക്കെ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ട് തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അനൂപെണ്ണും കുട്ടികളൊക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കർമ്മലാരും റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ ചൂച്ചി വന്നപ്പോഴേക്കും വന്ന് കെട്ടിപ്പിടിച്ചു, മമ്മ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാംഗ്ലൂരത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എന്താ പറയുക, ഞാൻ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ബേക്കറികളിലൊക്കെ പത്തിരി ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇവിടെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ അങ്ങനെ പത്തിരി അവൈലബിൾ അല്ല കേട്ടോ. കേരള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പിന്നെയും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അല്ലാതെ നമുക്കിങ്ങനെ പാക്കറ്റ്സ് ആയിട്ടൊന്നും തീരെ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയത്. ഇവിടെ കുറേ നമ്മുടെ നാടൻ സ്നാക്കുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. കാരണം പകൽ സമയത്തൊക്കെ വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇതിനോട് കൂടി തന്നെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട കൂടി ഉണ്ട് കേട്ടോ, ഇവരുടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇരുമ്പുംപുളി വരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇരുമ്പുംപുളി, നമ്മുടെ വാഴക്കുടപ്പൻ, റംബൂട്ടാൻ, അങ്ങനെ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഈ പയറൊക്കെ പക്ഷേ കുറേ ഉണങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്.
കാരണം ഈ പയറൊന്നും അങ്ങനെ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ ഈ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നില്ല, പക്ഷേ ചിക്കൻ റോസ്റ്റ് വാങ്ങിച്ചു. അങ്ങനെ തിരിച്ചു പോയി. ഇവിടെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു. അതായത് പൊരിച്ച പത്തിരി എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ട്രൈ ചെയ്തതേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്തി. അപ്പോൾ എവിടെ പോയി വന്നാലും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടിയൊക്കെ കുറച്ച് കുറവായതുകൊണ്ടും എനിക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസം കുറച്ച് ടയർഡ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുപേട്ടൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാം, അപ്പോൾ ഒന്ന് ഫ്രഷ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കവറൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ ടയർഡ്നെസ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യുക. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഒന്നും ഓക്കെ ആയിട്ട് വരും. അങ്ങനെ അപ്പോൾ സ്റ്റാറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളൊരു കാൽക്കുലേഷനിൽ സ്റ്റാറിലെത്തി. അപ്പോൾ മാങ്ങയുടെ സീസൺ എൻഡ് ചെയ്യുന്ന ഒരു സമയമല്ലേ ഈ സമയത്താണ് നമ്മുടെ നീലയും മാങ്ങയൊക്കെ വരിക. ഇവിടെയും ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ ഞാവൽപ്പഴം, ഇവിടെ ഞാവൽപ്പഴം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അതും എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ നോർമൽ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് എനിക്കൊന്നും കൂടി പേഴ്സണലി ഞാവൽപ്പഴമൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നന്നായി പഴുത്തതൊക്കെ നോക്കി. അപ്പോൾ അതേ ഞാൻ നീലമാങ്ങ എടുത്തു. നീലമാങ്ങയ്ക്ക് വലിപ്പം കുറവാണ്. സീസൺ എൻഡ് ചെയ്യുന്ന മാങ്ങയുടെ സീസൺ എൻഡ് ചെയ്യണ ഒരു സമയത്താണ് നീലമാങ്ങ എപ്പോഴും വരിക. എൻ്റെ ഫേവറേറ്റാണ് ഈ നീലയും മാങ്ങ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ മാങ്ങയുടെ വെറൈറ്റിയാണ്. പിന്നെ ഞാൻ എടുത്തത് ബെങ്കിനാപ്പള്ളിയാണ് കേട്ടോ. ബെങ്കിനാപ്പള്ളിയും നല്ല സ്വീറ്റാണ്. നീലയും മാങ്ങ എന്താ പറയുക, ചിലത് ചെറിയ പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ചീരയൊക്കെ ഉണ്ടായിരുന്നു, റെഡ് ചീര കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഉലുവയുടെ ഇല, അങ്ങനെ ഇലക്കറികൾ സംഭവങ്ങളൊക്കെ കുറച്ചെടുത്തു. പിന്നെ ഈ സവോള, തക്കാളി, അങ്ങനെ സാധാരണ വേണ്ട സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ പച്ചക്കറികൾക്കൊക്കെ പൊതുവെ വില കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പൊതുവേ എന്താ പറയുക, ഈ ഒരു മഴക്കാലം ആ ഒരു സമയത്ത് വില കൂടുതലായിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ മീൻ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ വന്നു. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ മീനൊന്നും വാങ്ങിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം മീനൊക്കെ ക്ലീൻ ചെയ്ത് വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്ന അവിടുത്തെ ആളിൻ്റെ എന്നെ കണ്ടപ്പോഴേക്കും ഹായ് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മട്ടനൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ വന്ന് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് ചാനലിനൊക്കെ ചോദിച്ചിട്ട്. ഞാൻ വീഡിയോ എടുക്കണമൊക്കെ കണ്ടപ്പോൾ അപ്പോൾ മട്ടൻ്റെ വീഡിയോ ഇട്ടില്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് ഒക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആസാമിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് മീനൊക്കെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരലും വർത്താനം പറയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഇവിടെ മത്തി ഉണ്ട്, അതുപോലെ മത്തി അയില അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എനിക്ക് വേറെ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് തരികയാണ് ചെയ്തത്. ഞാൻ ഇന്നത്തെ ഫിഷ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്നും മീനൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു ഇതിലൊക്കെ എന്താ പറയുക, പലിഞ്ഞീനുണ്ട്, അതായത് മീനിൻ്റെ മുട്ടയുണ്ടല്ലോ, അതൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ മീനിൻ്റെ മുട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ ഞാനത് മീനിൻ്റെ മുട്ട കളയണ്ടെന്നൊക്കെ പറഞ്ഞു ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഞാൻ പൊതുവേ മീൻ ക്ലീൻ ചെയ്തിട്ടാണ് എപ്പോഴും വാങ്ങിക്കൽ. അങ്ങനെ ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല, ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പോകാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മത്തി എടുത്തു, പിന്നെ അയിലാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഈ മീനിൻ്റെ മുട്ട അങ്ങനെ തന്നെ വെച്ചോളാനാണ് പറഞ്ഞത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഞാനെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ പീസസ് ഒന്നും ആക്കിപ്പിക്കാറില്ല, ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാറ്. ജസ്റ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ മാത്രം ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവർ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കേരള കട്ടാണോ ചെയ്യേണ്ടതെന്ന്. കേരള കട്ടെന്ന് പറയുമ്പോൾ തലയില്ലാതെ കട്ട് ചെയ്യുന്ന ഒരു രീതി. മിക്കപ്പോഴും ഇവിടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ മീൻ കട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഇതുപോലെ തല വെച്ചിട്ട്, അതായത് അതിൻ്റെ ചെകിളുണ്ടല്ലോ, ആ ഒരു റെഡ് കളറിലുള്ള സംഭവം, അതവർ കളയും, അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചങ്ങോട്ട് കളയും. പക്ഷെ തല വെച്ചിട്ടാണ് മിക്കപ്പോഴും ഇവിടെ കട്ട് ചെയ്ത് മീനൊക്കെ കിട്ടുക. പലപ്പോഴും പല വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ പറയുക, എന്തിങ്ങനെ തല അടക്കം വെച്ചിട്ട് കിട്ടണേന്ന്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരുന്നത് അങ്ങനെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ തലയുടെ ഒരു ഭാഗം കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഫ്ലേവർ കൂടുതൽ കിട്ടും ആ ഒരു ഭാഗം കൂടിയും വരുമ്പോൾ. പിന്നെ ഫിഷ് ഫ്രൈ ആകുമ്പോഴാണ് പിന്നെയും നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പൊരിഞ്ഞൊക്കെ വരും ചില മീനുകളുടെയൊക്കെ കേട്ടോ. വലിയ മീനുകളുടെയൊക്കെയാണ് പിന്നെയും കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നോർമൽ കട്ടിങ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്താ പറയുക, ബില്ലിലും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ.
അങ്ങനെ എന്താ പറയുക, സംസാരിച്ച് വീഡിയോയുടെ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കൂടി പോയില്ല. പെട്ടെന്നുള്ളൊരു നാട്ടിൽ പോയിട്ട് പെട്ടെന്നുള്ളൊരു വരവും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ അതിന് പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട്, ഒക്കെ അറേഞ്ച് ചെയ്ത് ഒക്കെ വെക്കുന്നുണ്ട്. ഞാൻ അതേ കുറച്ച് ലീഫി വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ, ചീര അങ്ങനെ, അതായത് പാലക്ക്, നമ്മുടെ ചുമന്ന ചീര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ അങ്ങനെ അത് ഞങ്ങൾ എല്ലാം ബില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ എന്താ പറയുക, എല്ലാം കൊണ്ട് കാറിലൊക്കെ വെക്കുകയായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ പോപ്സിക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാറിലിരുന്ന് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. നാട്ടിൽ പോയിട്ടും മഴ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ച സമയത്തൊന്നും കുഴപ്പമില്ല, ബാക്കി സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോയുടെ എൻ്റെ ആവണം. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സോ അല്ലെങ്കിൽ ട്രാവലിങ്ങോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.